ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത് രാത്രിയിലേക്ക് കടന്നു വരാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വ്യത്യസ്ത സാന്നിധ്യം നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാത്രിയിൽ ഒന്നുകൂടെ അനുഭവിക്കാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങൾ, എല്ലാ വലിയ അത്ഭുതങ്ങൾക്കായി കർത്താവിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എൻ്റെ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച എന്ന് പറയത്തില്ല, ഞാൻ ഇവിടുത്തെ അംഗം തന്നെയാണ്. ഹല്ലേലൂയ. എനിക്കൊന്ന് 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായി ഞാൻ ഇങ്ങോട്ട് വരാൻ. കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ജ്യേഷ്ഠ തുല്യം സ്നേഹിക്കുന്ന പാസ്റ്റർ, പ്രിയ സഹോദരി, ഒരു കുടുംബം, എൻ്റെ മുമ്പിലായിരിക്കുന്ന ദൈവമക്കൾ, അങ്കിൾമാർ, ആൻറ്റിമാർ, എല്ലാവർക്കും, അപ്പനമ്മമാർ, സഹോദരങ്ങൾ എല്ലാവർക്കും, അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ കർത്താവ് ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അഭിഷിതനാണ്. തന്നെ ഒരു വർഷിപ്പ് ലീഡറായിട്ട് മാത്രം ആരും കാണരുത്. ശക്തമായിട്ട് വചനം പ്രസംഗിക്കാൻ കൃപയുള്ള ഒരു അഭിഷിതനാണ്. അഭിഷിതൻ്റെ കൂടെയൊക്കെ നിൽക്കുന്ന കർത്താവിനെ ശുശ്രൂഷിക്കാൻ കിട്ടുന്ന വലിയ അവസരങ്ങൾക്കായി കർത്താവിനെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാനും ഡാനിയുമായിട്ട് ഒരു നീണ്ട ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വീണ്ടും കീബോർഡുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. എല്ലാറ്റിനും കർത്താവിന് നന്ദി പറയുന്നു. പുതിയ ചില കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ വ്യക്തമായിട്ടിവിടെ നിൽക്കുമ്പോൾ വ്യക്തമായിട്ട് ഞാൻ ആത്മാവിൽ നിങ്ങളൊരു കാര്യം പറഞ്ഞ് തുടങ്ങാം. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കാൻ ഇതിനകത്ത് നിൽക്കുകയല്ല. എൻ്റെ അകത്തൊരു ആത്മാവിലൊരു ബോധ്യമുണ്ട്. ഒരു സ്പിരിച്വൽ വാർഫെയർ നടക്കാൻ പോവുകയാണ്. കർത്താവ് എൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബോധ്യം തരുന്ന ഒരു കാര്യമാണ്. ഒരു ഭയങ്കര വാർഫെയർ ഇന്ന് രാത്രി നടക്കാൻ പോകും. ഒരു യുദ്ധം നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി വേർഡൊന്നും അധികം സംസാരിച്ചില്ലെന്ന് ചിന്തിച്ച് നിങ്ങൾ ആരും വിഷമിക്കരുത്. പക്ഷെ നിങ്ങൾക്കുള്ളത് ദൂത് കർത്താവ് ഇതിനകത്ത് തരാതെ നിങ്ങളാരെയും എഴുന്നേൽപ്പിക്കത്തില്ല. കർത്താവ് ഇന്ന് രാത്രി വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാമോ? എല്ലാ കണ്ണുകളും അടച്ച് താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് എല്ലാ അത്തരങ്ങളും ഒന്ന് തുറന്നാട്ടെ. എല്ലാ അത്തരങ്ങളും ഒന്ന് തുറന്നാട്ടെ. Come on, എല്ലാ അത്തരങ്ങളും തുറക്കുക. നീ സംസാരിച്ചാൽ തിരിച്ച് സംസാരിക്കാത്തവനല്ല ദൈവം. നിങ്ങൾ മിണ്ടിയാൽ തിരിച്ചു മിണ്ടാത്തവനല്ല ദൈവം. ഇന്ന് രാത്രി നിങ്ങൾക്ക് മറുപടി തരാൻ കർത്താവിന് കഴിയും. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ കർത്താവിന് കഴിയും. നിങ്ങൾക്ക് വേണ്ടി വിടുതലുകളെ കൈമാറാൻ കർത്താവിന് കഴിയും. ഇന്ന് രാത്രി ഉറപ്പോടെ എല്ലാ അന്തരങ്ങളും ഒന്ന് തുറന്ന് അന്യഭാഷ പറയാൻ കൃപ ലഭിച്ച ദൈവമക്കൾ, come on. ലൈബ്ര ഹബ്സമന ദൽബഹ നാഹൽ ബിദിലിമിയ ഹൽബുദുലാൽ ബഹുസ്മിനിയ ഹബ്ശമനാദിലി ലൈബ്ര കമസാതനലബ ലൈബ്ര കംതലബ ഹൽബിനിയാൽ തല. ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന പാസ്റ്റേഴ്സിനല്ല, ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്ന ദൂതന്മാരെ കാണാൻ നിങ്ങളുടെ കണ്ണുകൾ തുറക്കണം. ഇതിനകത്ത് വെളിപ്പെട്ട് വരുന്ന തേജസ് കാണാൻ നിങ്ങളുടെ കണ്ണുകളെ തുറക്കണം. ഇന്നലെ വരെ നടന്ന മീറ്റിങ്ങുകൾക്കകത്ത് നമ്മൾ പരസ്പരം കണ്ടു, നമ്മൾ പരസ്പരം മിണ്ടി. എന്നാൽ ഇന്ന് രാത്രി മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് പരസ്പരം കാണാനല്ല, ഇറങ്ങി നിൽക്കുന്ന ദൂതന്മാരെ കണ്ട് അവരോട് സംസാരിക്കാം. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി അങ്ങനെ ഒരു ഓപ്പണിംഗ് ദൈവം ഇതിനകത്ത് തുറക്കാൻ പോകുകയാണ്. ഈ രണ്ടാമത്തെ രാത്രി അങ്ങനെ ഒരു ഓപ്പണിംഗ് പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുകയാണ്. ഇന്നലെ വരെ പലരും നടന്നത് ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ സ്വർഗ്ഗം എന്നോട് കൈമാറുക, ഇനി മുതൽ നീയും ദൂതനും ഒരുമിച്ച് നടക്കുന്ന ഒരു സീസണിലേക്ക്, നീയും ദൂതനും ഒരുമിച്ച് കൈ പിടിച്ച് നടക്കുന്ന ഒരു സമയത്തിലേക്ക് ഇന്ന് രാത്രി സ്വർഗ്ഗം ആ ഒരു സീസണെ സഭയ്ക്ക് വേണ്ടി തുറക്കുകയാണ്. വിശ്വസിക്കുക, ഇനി ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഒരു വ്യക്തി നടക്കുന്ന ലാഹവത്തോടെ ദൂതന്മാരെ കൈപിടിച്ച് നടക്കുന്ന രീതിയിൽ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ഹലോ, എന്നെ കേൾക്കാമോ? എന്നെ കാണുന്നുണ്ടോ? ഓക്കെ. നിങ്ങൾ കാണാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് പല്ല് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ ചോദിച്ച് കാണുന്നുണ്ടോ എന്ന്. സ്തോത്രം. ആ വാക്യം ഞാൻ ഒന്നുകൂടെ ആ വാക്യം ആവർത്തിക്കുകയാണ്, ശ്രദ്ധിക്കുക. പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞു. ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞു, അവനെ നമസ്കരിച്ചു. ഞാൻ ഒന്നുകൂടെ വീട് ആവർത്തിക്കാം. പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം
പടകിലുള്ളവർ നീ ദൈവപുത്രൻ എന്ന് പറഞ്ഞു, സത്യമെന്ന് പറഞ്ഞു. നീയാണ് ദൈവപുത്രൻ, നീയാണ് ദൈവപുത്രൻ. പടകിൽ ശിഷ്യന്മാർ ഇരിക്കുക. എൻ്റെ അകത്ത് ഒരു വല്ലാത്തൊരു ചിന്തയാണ് വന്നത് ഈ വാക്യം വായിച്ചപ്പോ. കാരണം അവിടെ എഴുതിയിരിക്കുക, പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ആരാധിച്ചു. പടകിനകത്തിരുന്ന് അവനെ ആരാധിച്ചു. അവൻ ദൈവപുത്രൻ ഒന്നുകൂടെ വെളിപ്പെട്ടു. നീ ദൈവപുത്രനാണ് ഒന്നുകൂടെ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രൂവ് ചെയ്തു. എനിക്ക് രാത്രി കർത്താവ് കേൾപ്പിച്ചൊരു ശബ്ദം ഞാൻ നിങ്ങളോട് പറയാം. ദൈവം ചില മേഖലയിൽ, ചില ഇടങ്ങളിൽ ചിലരെ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. പ്രൂവ് ചെയ്യാൻ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കുക. ഞാനാണ് ഇവനെ നിർത്തിയത്, ഞാനാണ് ഇവനെ അഭിഷേകം ചെയ്തത്, ഞാനാണ് ഈ സഭയെ സ്ഥാപിച്ചത്, ഞാനാണ് ഇവനെ അവിടെ നിന്ന് കൊണ്ടുവന്നത് എന്ന് ദൈവം പ്രൂവ് ചെയ്യാൻ. ഞാൻ രാത്രി വിശ്വസിക്കുന്നു അങ്ങനെ ഒരു കാലം ദൈവം നടക്കാൻ പോവാ. എവിടെന്നോ കയറി വന്നവരല്ല, എവിടെന്നോ ഇറങ്ങി വന്നവരല്ല, ദൈവമാണ് നിന്നെ വിളിച്ചതവൻ പ്രൂവ് ചെയ്യാം. എന്റെ 16ാമത്തെ വയസ്സുകൊണ്ട് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയത്. 16ാമത്തെ വയസ്സിൽ ഞാൻ പ്രസംഗിച്ച് തുടങ്ങിയപ്പോ എനിക്ക് ചുറ്റുമുള്ള ഒരു കൂട്ടം പാസ്റ്റേഴ്സ്, ഒരു കൂട്ടം ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് വിമർശിച്ചു. ഇന്നും വിമർശനത്തിന് ഒരു കുറവുമില്ലാത്ത ആളാണ് ഞാൻ. പുറത്തോട്ടിറങ്ങി ചോദ്യം ചെയ്ത് നന്നായിട്ട് അറിയാം. ഒരു കൂട്ടം ആൾക്കാരെ നന്നായിട്ട് വിമർശിച്ചു. 16ാമത്തെ വയസ്സിൽ എന്റെ രക്തത്താപ്പ് കൊണ്ടായി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് പലരും വിമർശിച്ചു. പക്ഷെ ഞാൻ ഇന്ന് രാത്രി എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്തെന്നറിയാമോ? അവൻ പറഞ്ഞ പലരും ഇന്ന് മാറി നിൽക്കുമ്പോ സ്വർഗം വിളിച്ച നമ്മൾ, പറഞ്ഞ പലരും മാറി നിൽക്കുമ്പോ ദൈവം നിയോഗിച്ച നീ പട്ടണത്തിന്റെ നടുവിൽ വളരുമെന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത് രാത്രി എത്ര പേർ പറയാൻ പറ്റോ? നിന്നെ വിളിച്ചത് ദൈവമാണ്. ദൈവം പ്രൂവ് ചെയ്യാൻ പോകുകയാണ്. ദൈവം എന്നെ വിളിച്ചു എന്ന് ഞാൻ എന്നിലൂടെ തെളിയിച്ചില്ല. പിന്നെ അതിനെ ഞാൻ വന്നിരിക്കുന്നത് എന്തോ വിഷയം നമ്മളൊക്കെ കൊണ്ട് ഓടാൻ ആൾക്കാരാ. എന്തൊക്കെയോ പ്രശ്നം വന്നപ്പോ ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇനി നിർത്തി പോകാമെന്ന് ചിന്തിച്ച ആൾക്കാരാ. വീണ്ടും കർത്താവ് ചില മേഖലയിൽ നിന്നെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ സ്വന്തം കൈമാറിയാൽ ഞാൻ ചിലത് തെളിയിക്കാൻ പോവുകയാ. ഞാൻ സഭയ്ക്ക് വേണ്ടി ചിലത് തെളിയിക്കാൻ പോവുകയാ. ഞാൻ അഭിശുദ്ധർക്ക് വേണ്ടി ചിലത് തെളിയിക്കാൻ പോവുകയാ. ഞാൻ ദൈവമക്കൾക്ക് വേണ്ടി ചിലത് തെളിയിക്കാം. ദൈവത്തെ പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ പട്ടണത്തിൽ നടുവിൽ ദൈവം തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ മണ്ണിൽ ദൈവം തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു. മരുഭൂമി കാണുമ്പോൾ നമ്മൾ പറയും ഒറ്റ മനുഷ്യൻ മരുഭൂമിക്കകത്ത് ജീവിക്കത്തില്ല. എന്നാൽ അതേ മരുഭൂമിയിൽ 5000 പേർ പട്ടുപോയെന്നല്ല, 5000 പേർക്ക് കഴിക്കേണ്ട ഫുഡ് സ്വർഗം പോഷിപ്പിച്ചു കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം കൈമാറുക. ആരെയോ കൊല്ലാനല്ല, കൊല്ലുന്ന പൈശാചിക മേഖലകളെ അകത്ത് മുന്നേറി 5000 പേർ പോഷിപ്പിക്കാൻ. എവിടെയോ പിശാചി കൊന്നുകൊണ്ടിരിക്കുന്ന കുടുംബത്തിനകത്ത് കയറി അവന്റെ അടിവേരിനെ വീഴാൻ ഈ രണ്ടാമത് രാത്രി ചിലതിന്റെ മീതെ വീഴുമ്പോ പിശാചി കൊന്നുകൊണ്ടിരിക്കുന്ന ചില കുടുംബത്തിന്റെ അടിവേരിനെ വീഴാൻ ഇന്ന് രാത്രി നിയോഗം അവിശുദ്ധന്മാരെ ഈ രാത്രി സ്വർഗ്ഗം വിടുകയാ. Come on. അവൻ തെളിയിക്കാൻ പോവുകയാ. ഈ സഭ എന്താണെന്ന് ദൈവം തെളിയിക്കാൻ പോവുകയാ. അവിശുദ്ധന്മാരെ ആരാണെന്ന് ദൈവം തെളിയിക്കാൻ പോവുകയാ. ഹലോ മരുഭൂമി, മരുഭൂമിക്കകത്ത് നീ പോയി വീട് വെച്ച് താമസിക്കുവോ? നിങ്ങൾ പോയി മരുഭൂമിയിൽ വീട് വെച്ച് താമസിക്കുവോ? ഇല്ല. ആരാ വീട് വയ്ക്കുന്നത്? മരുഭൂമി വീട് വയ്ക്കുന്ന ആരെങ്കിലും താമസിക്കുവോ? നമുക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടി പിന്നെ ആ മരുഭൂമി ഇവിടെ തന്നെ എങ്ങനെയോ തട്ടിമുട്ടിയും പോകുന്നേ. മരുഭൂമി വീട് വെച്ച് താമസിക്കാൻ പറ്റുമോ? മരുഭൂമി വീട് വെച്ച് താമസിക്കാൻ പറ്റത്തില്ല. പക്ഷെ യേശു കർത്താവ് ബൈബിൾ അങ്ങോട്ട് വായിച്ച് പഠിക്കാൻ മനസ്സിലായി. യേശു കർത്താവ് പടകിനകത്ത് കയറുന്നതിന് മുമ്പ്
മുമ്പ് മരുഭൂമിക്കകത്ത് 5000-ത്തിലധികം ആൾക്കാരെ ഇരുത്തി പോഷിപ്പിച്ചിട്ടാ വരുന്നത്. എവിടെയാണോ വിളവ് നടക്കത്തില്ലെന്ന് പറഞ്ഞത്, അതേ മണ്ണിൽ വിളവ് സംഭവിക്കാൻ പോയ. എവിടെയാണോ വിളവ് ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞത്, അതേ പട്ടണത്തിൽ ഒരു വിളവിന് വേണ്ടി ഇന്ന് രാത്രി സ്വർഗം കൈമാറുക. ഒരു വിളവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഒരു വിളവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? സ്വർഗം കൈമാറുക. ഞാൻ വിളവുണ്ടെന്ന് തെളിയിക്കാൻ പോവുകയാ. മരുഭൂമിയിൽ ആരൊക്കെ പറഞ്ഞു ഇവിടെ വേല വളരത്തില്ല? മരുഭൂമിയിൽ ആരൊക്കെ പറഞ്ഞു വേല വളരത്തില്ല? ആകാർ ഇങ്ങനെ ഇരിക്കുക, ഒരമ്പിൻപാട് ദൂരെ കുഞ്ഞ് കിടന്ന് കരയുന്നുണ്ട്, മരുഭൂമിയിൽ ഇരിക്കുക. എന്തിനാ? അതിനിപ്പുറത്ത് കുഞ്ഞ് കിടന്ന് കരയുന്നുണ്ട്, അതിനപ്പുറത്ത് അവള് മാറിയിരുന്ന് കരയുക. എന്താ കരയുന്നേ? എനിക്ക് കുഞ്ഞിന്റെ മരണം കാണണ്ട. കാരണം നിൽക്കുന്ന മരുഭൂമിയിലെ ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടാത്ത സ്ഥലമാ. വളരത്തില്ല, എന്റെ കുഞ്ഞിന് വളർച്ചയില്ല, തീരാൻ പോവുക. ഇനി ഒരു ജനറേഷൻ ഇവൻ എഴുന്നേക്കത്തില്ല. ഇവൻ വളരുമെന്ന് ഞാൻ ചിന്തിച്ചു, പക്ഷെ ഇവൻ ഇനി എഴുന്നേക്കത്തില്ല. കാരണം നിൽക്കുന്നത് ഒട്ടും വളരാൻ ചാൻസ് ഇല്ലാത്ത ഇളക്കാം. പക്ഷെ അതേ വണ്ടി അവർക്ക് വേണ്ടി ഈ രണ്ടാമത് രാത്രി അതേ വീട്ടിനകത്തുണ്ട്, അതേ പട്ടണത്തിലുണ്ട്, അതേ ദേശത്തിലുണ്ട് ഒരു അത്ഭുതത്തിന്റെ നീരുറവ. ഞാൻ ഈ ദൂത് പറയുമ്പോ എന്നോട് സ്വർണ്ണം ഇടപെടുക. രാജ്യത്തിന്റെ നീരുറവകൾ ഒഴുകാൻ പോവുകയാണ്. അവൻ ദുബായിന്റെ നീരുറവകൾ ഒഴുകാൻ പോവുകയാണ്. അവൻ കുവൈറ്റിന്റെ നീരുറവ ഒഴുകാൻ പോവുകയാണ്. കാനഡയുടെ നീരുറവ ഒഴുകാൻ പോവുകയാണ്. അവൻ പല രാജ്യങ്ങളെയോ 5 ഭൂഖണ്ഡങ്ങൾ കടത്തിലുണ്ട്. ഈ സഭയിലേക്ക് നീരുറവ പിടിക്കാൻ കൃപയുള്ളവർ പിടിച്ചോ. ഒന്നും ഒരു നന്മയും വെളിപ്പെടുത്തില്ലെന്ന് പറഞ്ഞ നിന്റെ വീട്ടിനകത്ത് ദുബായിയുടെ നമ്മ നന്മ വരാൻ പോവുകയാ. ഒരു അത്ഭുതം വെളിപ്പെടുത്തില്ലെന്ന് പറഞ്ഞ നിന്റെ വീട്ടിനകത്ത് കാനഡയുടെ നന്മ വരാൻ പോവുകയാ. ഒരു വീട്ടിൽ വെളിപ്പെടുത്തില്ലെന്ന് പറഞ്ഞ നിന്റെ വീട്ടിനകത്ത് 5 ഭൂഖണ്ഡങ്ങളുടെ നന്മ എന്റെ തമ്പുരാൻ കൊണ്ടുവരാൻ പോവുകയാ. രാത്രി എന്നെ പൊട്ടിക്ക്. ഏതൊക്കെ മേഖലകൾ നിന്റെ യാത്രയെ തടഞ്ഞ പൈശാചിക മേഖലകൾ ഇതിനകത്ത് അഴിയുന്നു. ഏതൊക്കെ മേഖലകൾ നിന്റെ മുന്നോട്ടുള്ള ഗമനത്തെ തടഞ്ഞ് മേഖലകൾ ഈ രാത്രി ഏതൊക്കെ വീടുകളെ അഴിയുന്നു. ഇത് നിന്റെ സമയമാണ്. കൈമാറുക. അടുത്ത രാജ്യത്ത് പോകാൻ ആഗ്രഹിച്ചിട്ടോ ഇന്നും എവിടെ കുലുങ്ങിക്കിടക്കുന്ന അവിശുദ്ധന്മാരുണ്ടോ? അടുത്ത മണ്ണിൽ കാല് വയ്ക്കാൻ ആഗ്രഹിച്ചിട്ടോ ഇന്നും എവിടെയോ ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ നിൽക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ആത്മാവിന്റെ രാത്രി കൈമാറുക. ആ ഫുൾ സ്റ്റോപ്പിനെ ദൈവം നീണ്ട വരയാക്കി മാറ്റാൻ പോവുക. ആ ഒരു ഫുൾ സ്റ്റോപ്പിനെ അടുത്ത അധ്യായം കുറിക്കുന്ന രീതിയിൽ ഒരു നീണ്ട മരുഭൂമിക്കകത്തൊന്നും വളരത്തില്ല. കണ്ണ് തുറന്നു നോക്ക്, കണ്ണ് തുറന്നു നോക്കടാ. കർത്താവ് പട്ടണത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചേക്കുക. കർത്താവ് ഇവിടത്തെ കുടുംബങ്ങൾക്കകത്ത് ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തു വെച്ചേക്കുക. നീ ആകാറിനോട് ചോദ്യം, നീ കണ്ണ് തുറന്നു നോക്ക്, നീ കണ്ണ് തുറന്നു നോക്ക്, നീ കണ്ണ് തുറന്നു നോക്ക്. നീ തല ഒന്ന് ഉയർത്തി നോക്കിയേ, നമുക്ക് കാണാം. എവിടെയാണോ നിന്റെ കുഞ്ഞില്ലാതാകുമെന്ന് പറഞ്ഞത്, അവിടെ നിന്റെ കുഞ്ഞ് എഴുന്നേറ്റ് വരുന്ന നിനക്ക് കാണാം. എവിടെയാണോ നിന്റെ കുഞ്ഞ് തകർന്നു വീശിച്ചത്, അവൻ അവിടെ കരുത്തനായി എഴുന്നേറ്റ് കാണാം. അവിടുന്ന് അവൻ എഴുന്നേറ്റാൽ പിന്നെ ആർക്കും അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് സ്വർഗം കൈമാറുക. നമ്മൾ മരുഭൂമിക്കകത്ത് ഏറിയവന് ഇനി ഇതിനേക്കാളും അപ്പുറം എന്തു വന്നാലും മരുഭൂമി കയറി അഭിഷിക്തമാരുണ്ടോ? ചൂരച്ചെടിയുടെ കീഴിൽ ഒരുത്തം പോയിരിക്കുക. എന്നാ ഏർപ്പാടെന്നറിയോ? ചൂരച്ചെടിയുടെ കീഴിൽ തന്നെ ഇങ്ങനെ ഒന്നിരിക്കുക. വെയിൽ കൊള്ളണ്ട, എന്തായാലും ഒതുങ്ങി.
ഇനി വെയിൽ കൊള്ളാതെ ചൂരച്ചെടിയുടെ കീഴിൽ പോയിരിക്കാം. മരുഭൂമിയിൽ ചൂരച്ചെടി പോയിട്ട് തൊട്ടാവാടി പോലും ഇല്ലടാ. ഒരുത്തൻ ചൂരച്ചെടിയുടെ ഏലിയാവുന്നവൻ ചൂരച്ചെടിയുടെ കീഴിൽ പോയിരിക്കുക. അവിടെ ആള് തളല് നോക്കി. തൊട്ടാവാടി പോലും ഇല്ലാത്തൊരു സ്ഥലം. എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അടുത്ത മിനിറ്റിൽ ഇറങ്ങി വരാൻ ദൂതനുണ്ട് ഏലിയാവ് നിനക്ക് വേണ്ടി. ഇനി എന്ത് ചെയ്യും? ഇസ്രായേലിന്റെ മുമ്പിൽ ഞാൻ ഒതുങ്ങുവോ കർത്താവേ എന്ന് പറഞ്ഞ് ഇനി മരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോ അടുത്ത സെക്കൻഡിൽ അൺഎക്സ്പെക്ടഡ് ദൂതൻ ഇറങ്ങുക. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക അവൻ ഈ മീറ്റിംഗിന് 7ാമത്തെ രാത്രി വിടുതൽ സംഭവിക്കും, 6ാമത്തെ രാത്രി വിടുതൽ സംഭവിക്കും, അല്ലെങ്കിൽ ഇന്ന് രാത്രി വിടുതൽ സംഭവിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വർഗം കൈമാറുക. നീ ചിന്തിക്കാതിരിക്കുന്ന ഇവിടെയൊക്കെ തള്ളി കയറുക. ഏതൊക്കെ വീടുകൾക്കകത്തേക്ക് പാഞ്ഞിറങ്ങുക. നീ ചിന്തിക്കാതിരിക്കുന്ന സമയം. മാതാവേ, നിന്റെ വിടുതൽ ഈ ദൂതിന്റെ പുറകിലുണ്ട്. പിതാവേ, നിന്റെ വിടുതൽ ഈ ദൂതിന്റെ പുറകെ വരുന്നുണ്ട്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ വെളിപ്പാട് കാണുക. ദൂതിന് പുറകിൽ ഇതിനെ വിവർത്തിക്കുന്ന ദൂതങ്ങൾ ഈ 2ാമത് രാത്രി ഇതിന്റെ നടുവിലിറങ്ങി നടക്കുന്നു. മരുഭൂമി എന്നാലും നീ പേടിക്കണ്ട. മരുഭൂമി എന്നാൽ നമുക്ക് പേടിക്കണ്ട. എത്രയും മരുഭൂമി കണ്ടവരാ. ഇവിടെ ഇരിക്കുന്ന ആവശ്യത്തിന് ഏറ്റവും പ്രായം ഞാനാണ് തോന്നുന്നത്. ഞാൻ ഇത്ര മരുഭൂമി കണ്ടെങ്കിൽ ഇവരൊക്കെ എത്രമാത്രം കണ്ടു കാണും. എന്നിട്ട് മരുഭൂമി പറ്റില്ലല്ലോ. മരുഭൂമി പറ്റില്ലല്ലോ ചേച്ചി. എത്ര മരുഭൂമികൾ കയറി ഇറങ്ങിയത് പറ്റില്ലല്ലോ. പട്ട് പോകേണ്ടതായിരുന്നു ഈ മരുഭൂമിയിൽ. അന്നേ പട്ട് പോകേണ്ടതല്ലേ? പോയില്ലല്ലോ. പട്ടോ പോയോ? എഴുന്നേക്കാൻ റെഡി ആയിക്കോണം. വാറ്റത്വത്തിന്റെ മീതെ കാൽ വെക്കാൻ റെഡി ആയിക്കോണം. ദൈവം പറഞ്ഞ പ്രോമിസിന്റെ മീതെ കയറി നടക്കാൻ റെഡി ആയിക്കോണം. മരുഭൂമിക്കകത്ത് നീ പട്ട് പോകാത്തതിന്റെ കാരണം നിനക്ക് വേണ്ടി രാജകൊട്ടാര ഒരുങ്ങി കിടക്കുന്നതുകൊണ്ട്, നിനക്ക് വേണ്ടി കസേര ഒരുങ്ങി കിടക്കുന്നതുകൊണ്ട് ഇന്ന് രാത്രി വാറ്റത്വത്തിന്റെ മീതെ കാൽ വെക്കാൻ എവിടെയോ പഠിപ്പിച്ച് കളയാൻ, എവിടെയോ നശിപ്പിച്ച് കളയാൻ അവൻ പിശാചി വെയിൽ നന്നായി പഠിപ്പിച്ചു. പക്ഷെ പറ്റില്ല. ഇത് രാത്രി ഞാൻ ആത്മാവിൽ പ്രൊഫറ്റിക്കൽ തുറന്നു പറയാൻ മനുഷ്യനെ നമ്മൾ വാഗ്ദത്തത്തിനകത്തോട് കയറാൻ പോവുക. നമ്മൾ വാഗ്ദത്തത്തിനകത്തോട് കയറാൻ പോവുക. അവൻ പഠിക്കുകയും പറ്റില്ലെങ്കിൽ ഇത് രാത്രി വിശ്വസിച്ചോ, അടുത്ത സ്റ്റെപ്പിന് വാഗ്ദത്തത്തിന്റെ മീതെയാണ്. മരുഭൂമി ഞാൻ തകർന്നില്ലെങ്കിൽ ഇത് രാത്രി ഓർപ്പിച്ചോ, ഈ 2ാമത്തെ രാത്രി എന്റെ കാലികൾ വാഗ്ദത്തത്തിന്റെ മീതെ വെക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചലിക്കട്ടെ. ഇന്ന് രാത്രി ചലിക്കട്ടെ. ഇവിടെ പട്ടു പോകാനല്ല, ആർക്കും തകർത്ത് കളയാൻ പറ്റാത്തത് പോലെ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. ഞാനൊന്നും കഴിച്ചില്ല, അത് കുഴപ്പമില്ല. റോബിൻ പാസ് എനിക്ക് ഭയങ്കര വിശ്വാസം. മീറ്റിംഗ് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ റെഡിയാകും. ഡാനി, ചൂരച്ചെടിയുടെ കിഴി പൊരുത്തം പറയും. എനിക്ക് മതി, മതി. എനിക്കിനി പോകണ്ട. ഞാൻ കിഴിയിരിക്കുക. എടാ ഏലിയാവേ, നീ ഒരു മരുഭൂമിയിലേക്ക് നോക്കി. ഹാഗാറിന്റെ അവസ്ഥ, അവർക്ക് കയറിയിരിക്കാൻ ചൂരച്ചെടി പോലും ഇല്ല. പലർക്കും ചൂരച്ചെടി കിട്ടിയോണ്ട് വെയിലടിക്കാതിരുന്നു. എന്നിട്ട് അവന് കിട്ടിയ ചൂരച്ചെടി എനിക്ക് കിട്ടാത്ത ഞാൻ ഇന്നും കണ്ട് കരിയുക. നാണം കിടേണ്ട എന്റെ അങ്ങേ അറ്റം നാണം കിട്ടും. ഓ
എവിടെയൊക്കെയോ നിന്ദിക്കപ്പെട്ടു, എവിടെയൊക്കെയോ തകർന്നു, അങ്ങേയറ്റം നാണം കെട്ടു. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പലപ്പോഴും പറയപ്പെട്ടിരുന്നു. അപ്പോഴും ദൂതൻ ഇറങ്ങിയില്ല. പക്ഷെ ആത്മാവ് കൈമാറില്ല. ഞാൻ ആടുകളുടെ ആടുകളെ പുറത്തുള്ള ദൈവമാണ്. ഞാൻ ആടുകളുടെ ആടുകളെ പുറത്തുള്ള ദൈവമാണ്. നിനക്ക് വേണ്ടി അവൻ വരാൻ സ്വർഗ്ഗത്തിൽ ദൂതൻ വന്നില്ലെങ്കിലോ, നിനക്ക് വേണ്ടി അവൻ കാണാൻ സ്വർഗ്ഗത്തിൽ കാക്ക ഇറങ്ങിയില്ലെങ്കിലും വിശ്വസിച്ച് കാക്ക വരാതിരിക്കുമ്പോ, ദൂതൻ വരാതിരിക്കുമ്പോ നീ ഇരിക്കുന്ന ഭൂമിയെ പിളർന്ന് അത്ഭുതത്തെ പുറത്തുകൊണ്ടുവരാൻ കഴിയുന്നു. കാക്കവരാതിരിക്കുമ്പോ, നിന്റെ ദൂതൻ വരാതിരിക്കുമ്പോ കരുതൽ തീരുമല്ല, നീ ഇരിക്കുന്ന ഭൂമിയെ പിളർന്ന് കുറെ നാളുകൊണ്ട് ഞാൻ ഇരിക്കുക വെച്ചാ ഒരു കാക്കയെ പ്രതീക്ഷിച്ച്, കാക്ക വരുന്നില്ല. ഒരു ദൂതനെ പ്രതീക്ഷിച്ച് കുറെ നാളുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അവിടെ നിന്നായിരിക്കും ദൂതം വരുന്നേ, കാട്ടാക്കടയിൽ നിന്നായിരിക്കും ദൂതം വരുന്നേ, എനിക്ക് അപ്പം കൊണ്ട് തിരുവല്ലയിൽ നിന്നായിരിക്കും ദൂതം വരുന്നേ, എനിക്ക് അപ്പം കൊണ്ട് അവൻ വിതുരയിൽ നിന്നായിരിക്കോ ദൂതന്മാർ വരുന്നേ, എനിക്ക് അപ്പം ഇറച്ചി കൊണ്ട് കാക്ക വരുന്നത് ഇനി ബാംഗ്ലൂരിൽ നിന്നായിരിക്കും. നോക്കിയിരിക്കും, വന്നില്ല. കുറെ നാളായി നോക്കിയിരിക്കാൻ തുടങ്ങി. കർത്താവ് നിന്റെ വാക്ക് കേട്ടിട്ടില്ലേ ഞാൻ ഇറങ്ങി, എന്നിട്ട് എന്താ ദൂതം വരാത്തെ? നിന്റെ വാക്ക് കേട്ടിട്ടല്ലേ ഞാൻ ഇറങ്ങി, പിന്നെ എന്താ കാക്ക വരാത്തെ? എന്നെ കബളിപ്പിക്കുകയാണോ നീ വിളിച്ചിട്ട്? എന്നെ വിളിച്ചിട്ട് നീ കബളിപ്പിക്കുകയാണോ കർത്താവേ? അതിനാണോ എന്നെ വിളിച്ചേ? അതിനാണോ എന്നെ വിളിച്ചേ? കാക്ക നിന്നെ നോക്കി വന്നില്ലെങ്കിലും, ദൂതന്മാർ നിന്റെ അരികിൽ ഇറങ്ങിയില്ലെങ്കിലും, നീ ഇതും പ്രതീക്ഷിച്ചോണ്ടായിരിക്കും ദൂതൻ അല്ലെങ്കിൽ കാക്ക. നീ പ്രതീക്ഷ ഒന്നും വന്നില്ല, പേടിക്കണ്ട. അവൻ നീ ഇരിക്കുന്ന ഭൂമിയെ പിളർക്കുന്നവനാണ്. അവൻ നീ ഇരിക്കുന്ന ഭൂമിയെ പിളർക്കുന്നവനാണ്. അവൻ നീ ഇരിക്കുന്ന ഭൂമിയെ പിളർന്ന് നിനക്ക് ആവശ്യമുള്ളത് നിന്റെ കയ്യിൽ തരുന്നവനാണ്. നീ ഇരിക്കുന്ന ഭൂമി പിളർന്ന് നിനക്ക് ആവശ്യമുള്ളത് തരുന്നവനാണെന്ന് അറിയോ? നീ രണ്ടാമത് അഭിയോഗം കൊണ്ടോ? എന്റെ ദൈവം സർവശക്തൻ. അത് ഉറപ്പുവരാൻ ഒരു സെന്റൻസ് കൂടെ ഞാൻ കേട്ടാം. കര ഉടയ്ക്കാൻ കാശില്ല, എന്തോ ചെയ്യണോ? കര ഉടയ്ക്കാൻ കാശില്ല, കയ്യിലെടുക്കാൻ പൈസയില്ല. നീ വായ്പ വാങ്ങുന്നവരല്ല, കൊടുക്കുന്നവനാ ബൈബിൾ പറയുന്നത്. എന്നിട്ട് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കും, നാളെ ഞാൻ ആരോട് ചോദിക്കും? ഹലോ, നമ്മൾ ഇന്ന് രാത്രി മീറ്റിംഗിനകത്തിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താ? അമ്മേ, നാളെ ഞാൻ ഇനി ആരോട് ചോദിക്കും? ആരെനിക്ക് കടന്നു തരും? മാക്സിമം ഉള്ള എല്ലാവരും ഇത് മേടിച്ചു കഴിഞ്ഞു. നാളെ ഇനി ആരോട് മേടിക്കും? നാളെ എനിക്ക് ആര് തരും? അത്രോസെ കരവടയ്ക്കാൻ പൈസ ഇല്ല. യേശുവിന്റെ ഒരൊറ്റ വേട് നിന്റെ കയ്യിൽ എന്തോ ഉണ്ട്, ചൂണ്ടയിരിക്കുക, കൊണ്ടുപോയി കടലിലേക്ക് ഇറ, കൊണ്ടുപോയി കടലിലേക്ക് ഇറ. നിനക്ക് കരവടയ്ക്കാൻ പൈസ ഇല്ലല്ലേ? നിനക്ക് കരവടയ്ക്കാൻ കാശില്ലല്ലേ? വചനം പറഞ്ഞിരിക്കുന്നത് നീ വായ്പ വാങ്ങുന്നവരല്ല, കൊടുക്കുമെന്നാ. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട് കർത്താവേ. അങ്ങനെ നീ നിന്റെ ഇരിക്കുന്ന ചൂണ്ടയെ കൊണ്ട് കടലിലോട്ടിട്. ആദ്യം കിട്ടുന്ന മീനിന്റെ വാക്കിൽ ഞാൻ സമ്പത്ത് വെച്ചേക്കുക. അവര് സഹായിക്കും, ഇവര് സഹായിക്കും, അവര് കൊണ്ടുവരും, ഇവര് കൊണ്ടുവരും എന്ന് ചിന്തിച്ചോണ്ടിരിക്കണ്ട. ആത്മാവ് കൈമാറുക. നീ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്റെ ബ്രഹ്മ വരുന്നുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്റെ സമ്പത്ത് വരുന്നുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്റെ വിടുതൽ വരുന്നുണ്ട്. ഈ ദൂതൻ പറയുമ്പോ
എത്രയോ നാളുകൾ കൊണ്ട്, എത്രയോ വർഷങ്ങൾ കൊണ്ട് കടം കയറി അസ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കകത്ത് ഈ രണ്ടാമത്തെ രാത്രി യേശുവിൻ നാമത്തിൽ ഞാൻ ഫ്രീഡം കൽപ്പിക്കുന്നു. ഞാൻ രാത്രി വിശ്വസിക്കുന്നു, ക്രിസ്തുവിന്റെ പകരക്കാരനെന്ന് ഞാൻ ഈ രാത്രി കൽപ്പിക്കുകയാണ്. കടക്കടിയിൽ കിടക്കുന്ന കുടുംബങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഫ്രീഡം ആകട്ടെ. ഭൂമി വിളക്കുന്നവൻ ആരടുത്തും ചോദിച്ചില്ല. സമയമായപ്പോ കയ്യിൽ ക്യാഷ്, സമയമായപ്പോ കയ്യിൽ ടാക്സ് കിട്ടി. അവൻ നമുക്ക് വേണ്ടി കരുതുന്നതാകയാൽ നമ്മുടെ സകല ചിന്താകുലങ്ങൾ അവന്റെ മേൽ. ഒന്ന് കേൾക്കണേ, അവൻ പത്രോസിന് ബ്രഹ്മ കിട്ടിയപ്പോ മനസ്സിലായി അത് ഈ പത്രോസ് ലേഖനം എഴുതുക. ഈ പത്രോസ് ലേഖനം എഴുതുമ്പോ ലേഖനത്തിനകത്ത് പത്രോസ് എഴുതിക്കുക, അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാകയാൽ സകല ചിന്താകുലകളും. എന്നിട്ട് കർത്താവ് പറയും, ഇനി ഒന്ന് ഫ്രീഡം ആയിട്ടിരിക്കാമോ? ആരാധിക്കാൻ പറ്റാതെ, ആരാധിക്കുമ്പോൾ മൈൻഡിനകത്ത് നാളെ എന്ത് ചെയ്യുമെന്ന്, പ്രാർത്ഥിക്കുമ്പോൾ മൈൻഡിൽ നാളെ ആരേത് കാശ് കഴിക്കുമെന്ന് ഈ രണ്ടാമത് രാത്രി ആരാ പ്രവചിക്കുകയോ അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാകയോ എന്റെ സകല ചിന്താകുലകളോ അവൻ ആരെയോ പിണക്കുന്ന ദൈവമാണ്. എന്റെ ചിന്തയിലോട്ട് ഞാൻ വരാം. പറഞ്ഞേ, പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ അതെന്തിനാ അവൻ അപ്പോഴങ്ങനെ പറയാൻ കാരണം? അത് ഞാൻ ചിന്തിച്ചു. സത്യം പറഞ്ഞാൽ ഈ 14ാമത്തെ അധ്യായം തുടങ്ങുമ്പോഴേ 5000-ത്തിലധികം ആൾക്കാർക്ക്, കുഞ്ഞുങ്ങളും സ്ത്രീകളും അല്ലാതെ പുരുഷന്മാർ മാത്രം 5000 പേർ. അപ്പോൾ 5000-ത്തിലധികം ഏകദേശം 10000 പേര് കാണുമെന്ന് ചിന്തിക്കാം. 10000 പേർ ആൾക്കാർക്ക് 5 അപ്പത്തെ 2 മീനിനെയും കൊണ്ട് അത്രയും പേർക്ക് പോഷിപ്പിച്ച് കൊടുത്ത കർത്താവ് ഇത്രയും വലിയൊരു അത്ഭുതം കണ്ടിട്ട് ശിഷ്യന്മാർ നിൽക്കുക. സൂപ്പറല്ലേ? നമ്മുടെ ഇവിടെ അങ്ങനെ അത്ഭുതം കണ്ടുണ്ടോ? ഞാൻ പറയാം, അങ്ങനെ അത്ഭുതം ഇന്ന് വരെ നടന്നിട്ടില്ലെങ്കിൽ നടക്കാൻ പോവുക. രോഗിയെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഭൂതത്തെ പുറത്താക്കുന്നവനാ ദൈവം എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇല്ലാത്തത് ഉണ്ടാകുമെന്ന് വിശ്വസിക്കണം. കാരണം അതും ചെയ്ത കർത്താവാ. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് ഉറപ്പാ. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നിൽക്കുന്ന സ്റ്റെപ്പിൽ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടായി വരും. പേഴ്സിനകത്ത് 1 രൂപ പോലും എടുക്കാൻ ഇല്ലാത്ത സമയത്തായിരിക്കും നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അടുത്ത മിനിറ്റിൽ വിശ്വാസത്തോടെ പേഴ്സ് തുറന്ന് നോക്കുമ്പോൾ 2000 നോട്ടിനെ തിരിച്ചു ഉറപ്പുണ്ടോ? എന്റെ ദൈവം ഇല്ലാത്തതിനുള്ളതിനെ പോലെ വിളിക്കുന്നവരാ. ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ എനിക്കുറപ്പാ. അത് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയട്ടെ. എൻ്റെ ലൈഫിനകത്തുള്ളൊരു അനുഭവം. എൻ്റെ വീട്ടില് ഞാൻ ആ വീട്ടിൽ വന്നിട്ടില്ല. ഞാൻ ഒറ്റശ്ശേരമംഗലത്ത് എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വലിയൊരു കുളം പോലെ ഒരു ഫിഷ് ടാങ്ക് കെട്ടിയിട്ടുണ്ട്. എനിക്കറിയോ അത്? ഫിഷ് ടാങ്ക് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഞങ്ങൾ ഇത്ര സൈസുള്ള ഒരു 5 മീനെ മേടിച്ചു. ഇത്ര സൈസുള്ള നല്ല അടിപൊളി 5 മീൻ മേടിച്ചു. എനിക്ക് മീൻ ഈ കാര്യങ്ങൾ ഭയങ്കര ക്രൈസാണ്. പിന്നെ മടുത്തത്. ഞാൻ 5 മീൻ മേടിച്ചോണ്ട് കിട്ടുക. ശ്രദ്ധിക്കണം, 5 മീൻ കൊണ്ട് കിട്ടുക. എൻ്റെ അമ്മ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് മിറ്റം തൂത്തോണ്ടിരിക്കുക. മിറ്റം തൂത്തോണ്ട് നിൽക്കുമ്പോൾ അമ്മ പറയണം, 5 മീനുള്ളതിൽ 1 മീൻ ചത്ത് കിടക്കുക. 5 മീനുള്ളത് കേട്ടോ കേട്ടോ. ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയേ? അതോർമ്മയുണ്ട്. നമുക്കല്ലേ ചാകുന്നതും ചവിട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 5 മീനുള്ളതിൽ 1 മീൻ എന്ത് ചെയ്തു? പറ. ഞാനിവിടെ നിന്ന് പ്രസവിക്കണമെന്നാണ് ആഗ്രഹം. 8:30 നിർത്തണമെന്നാണ് ആഗ്രഹം.
കൊടുത്ത് മേടിച്ചവർക്ക് അതിൻ്റെ വേദന അറിയത്തുള്ളൂ. ഞാൻ പോയി നോക്കിയപ്പോൾ ഒരു മീൻ ചത്തിങ്ങനെ മലന്ന് കിടക്കുക. ഞാൻ പറഞ്ഞു, കർത്താവെ, ലാസറിനെ ഉയർപ്പിച്ച ദൈവമാണ് നീ. ഞാൻ പറഞ്ഞു, കർത്താവെ, ഒരു മീൻ ചത്തി കിടക്കാൻ ലാസറിനെ ഉയർപ്പിച്ച ദൈവമാണ് നീ. ലാസറിന്റെ വില ഒരു കാലിന്റെ പകുതി പോലും ഇല്ലാത്ത മീനാണ് നീ. ഒന്ന് നമ്മൾ യേശുവിന്റെ നാമത്തിൽ ഈ മീൻ ജീവിക്കട്ടെ. എൻ്റെ അമ്മ അടുത്ത് നിൽക്കുവാണ്, മീൻ ജീവിക്കട്ടെ. ഞാൻ എൻ്റെ വിശ്വാസത്തോടെ പറഞ്ഞു. ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോ ചത്ത മീന് ചത്ത് തന്നെ കിടക്കുക. നിങ്ങൾ ചിന്തിച്ചില്ലേ എന്തോ ജീവിച്ചത്? ഇപ്പൊ ജീവിക്കുന്നു പാസ് പറയാൻ പോകുന്നല്ലേ ചിന്തിച്ചേ? നമ്മളെല്ലാം നേരെ തിരിച്ച ചത്ത മീന് ചത്ത അങ്ങനെ കിടക്കും. എനിക്ക് ഭയങ്കര വിഷമം. കാരണം വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണിക്കാന്നാ പറഞ്ഞേ. നീ കൽപ്പിക്കുന്നത് ഉണ്ടാകുമെന്നാ പറഞ്ഞേ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ദൈവം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ കർത്താവ് ഞാൻ പറഞ്ഞിട്ട് മീന് ജീവിക്കാത്ത? പിന്നെ എന്താ ഞാൻ പറഞ്ഞിട്ട് മീന്? എനിക്ക് ഭയങ്കര വിഷമമായി. സത്യം, എനിക്ക് ഭയങ്കര വിഷമമായി. മീന് ചത്തുപോയതില്ല, ഞാൻ പറഞ്ഞിട്ടത് ജീവിക്കാത്തോളം എനിക്ക് വിഷമമായി. കാരണം ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും ആ കുളത്തിനകത്തേക്ക് വീണ്ടും ഇങ്ങനെ ശ്രദ്ധിക്കുക. മൊത്തം 5 മീനുണ്ടായിരുന്നു. കുളത്തിലേക്ക് വീണ്ടും ഇങ്ങനെ ഓടിക്കളിക്കുന്ന മീനിനെ ഞാൻ എണ്ണു. 1, 2, 3 എണ്ണുക. ഞാൻ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 5 മീനിൽ 1 മീന് ചത്തുപോയാൽ ബാക്കി എത്ര മീനുണ്ട്? 4 ഉണ്ടല്ലോ. അപ്പൊ ബാക്കി മീനെ ഞാൻ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ എണ്ണിയ 1, 2, 3, 4 എണ്ണിയപ്പോ 5 മീന് കിടക്കുക. 5 മീൻ കിടക്കുക. ഞാൻ ഞെട്ടിപ്പോയി. ഇതവിടെ നിന്നാ വന്നേ. പെട്ടെന്നൊരു കാര്യം മനസ്സിലായി. എന്റെ ദൈവം മരിച്ചതിനെ തിരിച്ചു തരുന്നവൻ മാത്രമല്ല, യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിനകത്ത് ഇല്ലാത്തവരെ വിളിച്ചു വരുത്താൻ, നിന്റെ ഫാമിലിയിൽ ഇല്ലാത്തവരെ വിളിച്ചു വരുത്താൻ ഇതിനകത്ത് അഭിഷിക്തങ്ങളുടെ നാളുകളിൽ ഒരു അധികാരം വീഴട്ടെ. ചത്തമീൻ ചത്ത് കിടക്കുക. നോക്കിയപ്പോ വീണ്ടും 5 മീൻ ഓടിക്കളിക്കുക. ചിലരുടെ ഫേസ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായി വന്ന് പൂളു അടിക്കുക. അതല്ല ചിന്തിച്ചത്. ഡാഡി, എന്റെ അമ്മ നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ, പോയി ചോദിച്ചു. വേണ്ട, ഞാൻ വീട്ടിൽ എത്തുന്നതിന് ഞാൻ നമ്മളെ നമ്പർ വിളിച്ചു ചോദിക്കണം. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്നവനാണ് ദൈവം എന്ന് പറഞ്ഞ വിശ്വാസം ഉണ്ടാകും. കാണത്തില്ല, വീട്ടിനകത്ത് കാണത്തില്ല, മൊത്തം ശൂന്യമായിരിക്കാം, മൊത്തം ഇല്ലായ്മയായിരിക്കാം, ഒന്നും കാണാത്ത അവസ്ഥയായിരിക്കാം. പക്ഷെ യേശുവിന്റെ നാമത്തിൽ ഉണ്ടായി വരട്ടെ, യേശുവിന്റെ നാമത്തിൽ ഉണ്ടായി വരട്ടെ. സമ്പത്തിനോട് കൽപ്പിക്കുക, യേശുവിന്റെ നാമത്തിൽ സമ്പത്ത് ഉണ്ടാകട്ടെ. അത്ഭുതങ്ങളോട് കൽപ്പിക്കുക, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. സംഭവിക്കും. ഇവരെന്തിനാ ഇങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. 5 അപ്പത്തെ കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഇല്ലാത്തതുണ്ടായി കാണിച്ചു കൊടുത്ത് കർത്താവ്. താഴോട്ട് വരിക. ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോ ബൈബിൾ എഴുതിയിരിക്കുന്നത്, യേശു കർത്താവ് പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാരെ തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു. ഒന്ന് ശ്രദ്ധിച്ചോണേ. യേശു കർത്താവ് ഈ അത്ഭുതം ചെയ്ത് കഴിഞ്ഞിട്ട് പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ, അപ്പൊ പുരുഷാരത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അപ്പൊ പറഞ്ഞയക്കുന്നതിന്റെ ഇടയിൽ കർത്താവ് തനിക്ക് മുമ്പായി ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു. അപ്പൊ ഒരേ സമയം 2 കൂട്ടരെ പറഞ്ഞയക്കുക. ഞാൻ ചിന്തിച്ചു, എന്തിനാ പറഞ്ഞയക്കേണ്ടതായിട്ട് വന്നേ? മീറ്റിംഗ് നമ്മളിവിടെ വെച്ചാൽ 9 മണിക്ക് മീറ്റിംഗ് കഴിയുമ്പോൾ ആൾക്കാർ ആശീർവാദം പറയുന്ന വരുമ്പോൾ വീട്ടിൽ എത്തും. അതാ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ. നമ്മളോട് 9 മണിക്ക് മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ ആൾക്കാർ ഇവിടെ ഓടാൻ വേണ്ടിയിരിക്കുക അല്ലേ? അവിടുത്തെ മീറ്റിംഗ് ആശീർവാദം യേശു കർത്താവ് 5 അപ്പത്തെ 5000 പേർ കൊടുത്തിട്ട് ആശീർവാദം പറയാൻ ഇങ്ങനെ നിൽക്കും. എന്നിട്ടും ആൾക്കാർ പോകുന്നില്ല. പോകാതെ വന്നപ്പോൾ യേശു ഓരോ ആൾക്കാരെ പറഞ്ഞു, പോടാ, പറഞ്ഞു അയക്കും. അതാണ് പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ. അപ്പൊ അവര് പോയതല്ല, യേശു പറഞ്ഞു വിട്ടോണ്ടാ പോയെ. അടുത്ത വഴി കിടക്കുന്നത് ഇതിന്റെ ഇടയിൽ യേശുവിന് മുമ്പായി അടുത്ത ദേശത്തേക്ക് പോകാൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അപ്പൊ ഒരേ സമയം 2 കൂട്ടരെ പറഞ്ഞു വിടുക. എന്തിനാ പറഞ്ഞു വിട്ടേ? കർത്താവിന് അറിയാം
പിള്ളേർ അവിടെ കിടന്ന് കളിക്കും. എന്താ പോകാത്തതിന്റെ കാരണം അറിയോ? ഇവിടെ യേശു നിന്നാൽ എന്നെ അത്ഭുതം നടക്കുന്നേ. യേശു നടക്കുമ്പോൾ എന്നെ അത്ഭുതം നടക്കുന്നേ. യേശു കൈവയ്ക്കുമ്പോൾ എന്നെ അത്ഭുതം നടക്കുന്നേ. യേശു സംസാരിക്കുമ്പോൾ എന്നെ അത്ഭുതം നടക്കുന്നേ. ഇവന്റെ കൂടെ നിൽക്കുമ്പോൾ എന്തെന്ന് അറിയത്തില്ല, ഒരു വല്ലാത്ത പ്രസൻസ്. ഇവന്റെ കൂടെ നിൽക്കുമ്പോൾ എന്തെന്ന് അറിയത്തില്ല, ഒരു ഭയങ്കര ദൈവ സാന്നിധ്യമോ. ഇവന്റെ കൂടെ നിൽക്കുമ്പോൾ എന്തെന്ന് അറിയത്തില്ല, ഒരു പിശാച് പോലും എന്നെ പോകത്തില്ല. ഇങ്ങനെ ഉള്ളവരെ ഞാൻ എങ്ങനെ പോകാനോ? ഞാൻ ദൈവസഭയിൽ ആത്മാവിൽ കൈമാറോ? നമ്മുടെ സഭകൾക്കകത്ത് അവൻ ആരാധന കഴിയുമ്പോൾ വീട്ടിൽ ഓടാൻ വിളിക്കുന്നവരല്ല. ആരാധന കഴിയുമ്പോഴോ ഇവിടുത്തെ ദൈവ സാന്നിധ്യത്തിന് ജനത്തിന് പോകാൻ കഴിയാത്ത രീതിയിൽ ഒരു പ്രസൻസ് ഈ ആലയത്തിനകത്ത് വ്യാപരിക്കട്ടെ. അവൻ ആരാധന കഴിയുമ്പോ ഇറങ്ങി ഓടാൻ നിൽക്കുന്നവരെ കാണാൻ നിൽക്കുമ്പോൾ ആരാധന ആശീർവാദം പറഞ്ഞാലോ ആലയത്തിനകത്ത് പുറത്തിറങ്ങാൻ കഴിയാത്തതുപോലെ ദൈവ സാന്നിധ്യോ ആലയത്തിനകത്ത് നിറയട്ടെ. നമ്മുടെ പ്രസംഗങ്ങൾ കഴിയുമ്പോ, നമ്മുടെ ആരാധന കഴിയുമ്പോ, ആരാധന കഴിഞ്ഞല്ലോ ഇനി വീട്ടിൽ പോ. ആരാധന കഴിഞ്ഞാലും ജനത്തിന് പോകാൻ തോന്നരുത്. മനസ്സിലാവുന്നുണ്ടോ? ആരാധന കഴിഞ്ഞാലും ഈ ഹോളിന് പുറത്തിറങ്ങാൻ ജനത്തിന് തോന്നരുത്. അവർ പറയണം, എനിക്കറിയത്തില്ല ഇതിനകത്ത് നിൽക്കുമ്പോൾ എന്തോ ഭയങ്കര ഫ്രീഡം ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ, ഇതിനകത്ത് നിൽക്കുമ്പോൾ എൻ്റെ അകത്ത് വല്ലാത്ത ഉറപ്പുകളുണ്ടോ, ഇതിനകത്ത് നിൽക്കുമ്പോ അടുത്ത ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊരു ഉറപ്പ് കയറുക. അങ്ങനെ ദൈവസാന്നിധ്യോ ഈ ചുവടികൾക്കകത്ത് പതിക്കട്ടെ. അങ്ങനെ ദൈവസാന്നിധ്യോ ഈ ഭോഗ്യത്തിനകത്ത് പതിക്കട്ടെ. അവിടുത്തെ ദൈവസാന്നിധ്യോ ഈ സൗഖ്യത്തിനകത്ത് പതിക്കട്ടെ. അവിടുത്തെ ദൈവസാന്നിധ്യോ ഈ പായയിൽ പതിക്കട്ടെ. ജനത്തിന് എഴുന്നേറ്റ് പോകാൻ തോന്നാത്തത് പോലെ ഒരു ദൈവസാന്നിധ്യത്തിന്റെ അഭിവരുത്ത് പ്രാപിച്ച് സഭയെ ദൈവം ആ നിലവാരത്തിൽ കൊണ്ടുവരട്ടെ. ഇവിടുത്തെ സഭയെ ദൈവം ആ നിലവാരത്തിൽ കൊണ്ടുവരട്ടെ. ജനത്തിന് എവിടെ പോകാൻ തോന്നാത്തത് പോലെ വലിയ കാര്യമല്ലേ? അതൊരു വലിയ കാര്യമല്ലേ? ഞാൻ കണ്ടുണ്ടോ ചില ചർച്ചകളിൽ പോകുമ്പോൾ ആൾക്കാർ തമ്പടിച്ച് കിടക്കുക. ചില ഇടങ്ങളിൽ ഞാൻ പോകുമ്പോ ചില ആൾക്കാർ ചർച്ചയിനകത്ത് കിടക്കുക, നിരന്ന് ചാളെ അടിക്കുന്നവരെ കിടക്കുക. വീടില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ഇതിനകത്ത് കയറി ഇറങ്ങാൻ തോന്നുന്നില്ല. ഹല്ലേലൂയ. എന്നെ ഇവിടെ എന്തോ പിടിച്ചു നിർത്തുന്നു. എന്നെ ഇവിടെ പക്ഷെ ഞാനൊരു കാര്യം, ഒരു പ്രോസസ്സിങ് ഞാൻ പറയാം. സഭയോട് ഞാൻ ആത്മൊരു പ്രവചനം ഞാൻ കൈമാറാം. ഇതിനകത്ത് ദൈവ സാന്നിധ്യം മൂലം ജനത്തിന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്നത് മാത്രമല്ല, ഈ ദൈവ സാന്നിധ്യം കാന്തം പട്ടണത്തെ വഹിക്കുന്നത് പോലെ ഇവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം ഒരു കാന്തം ഗിരിജിനെ ആകർഷിക്കുന്നത് പോലെ ആത്മബന്ധത്തെ ആകർഷിക്കട്ടെ. ഇതിലൂടെ ആത്മബന്ധത്തെ ആകർഷിക്കട്ടെ. തിരുവനന്തപുരത്തിന്റെ ആത്മബന്ധത്തെ ആകർഷിക്കട്ടെ. കാട്ടാക്കടയിലെ ആത്മബന്ധങ്ങളെ ആകർഷിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഈ രാത്രിയിൽ ആരാധിക്കുകയാണ്. ലോകസഭ ഒരു ബാഗിനെ കൈമാറട്ടെ. ഇവിടുത്തെ അഭിസുന്ദരന്മാർ ഒരു ബാഗിനെ കൈമാറട്ടെ. ഇവിടുത്തെ വിശ്വാസികൾ ഒരു ബാഗിനെ കൈമാറട്ടെ. പട്ടണത്തെ ആകർഷിക്കുന്ന, ദേശത്തെ ആകർഷിക്കുന്ന
അത് സഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോകട്ടോ. എനിക്കറിയാം, നമ്മൾ ഈ വചനം വന്ന് ഇങ്ങനെ ഒന്ന് പ്രസംഗിച്ചിട്ട് പോകല്ല. എനിക്കറിയാം ഞാൻ ഇവിടെ എന്തോ വിതയ്ക്കുവാന്ന് എനിക്കറിയാം. ഞാൻ എന്തോ ചിലതെടുത്ത് ഇവിടെ എറിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറയട്ടെ, ഞാൻ എന്റെ ഒന്നാമത്തെ വീട്ടിൽ കഴിഞ്ഞ് ഞാൻ ഈ പ്രസംഗം പ്രസംഗിച്ച് ഞാൻ എന്റെ വീട്ടിൽ പോകും. പക്ഷെ ഒരിക്കൽ വിതയ്ക്കാനായിട്ട് ഒരു വിതയ്ക്കുന്ന ആള് വിതയ്ക്കാൻ ഇറങ്ങി. അവൻ വിതച്ചു. യേശു പറഞ്ഞു അവൻ വിതച്ചു, പലയിടത്തും വീണു, അത് പോട്ടെ. വിതയ്ക്കാൻ ഇറങ്ങിയ ആള് വിതച്ചിട്ട് തിരിച്ച് വീട്ടിൽ കയറി പോയപ്പോ വിത്ത് പുറകെ കയറി പോയെന്നുണ്ടോ? ഹലോ, വിതയ്ക്കാൻ വന്നയാള് വിതച്ചു. ഞാൻ ഇനി പോയി ഒരു വയലിൽ നിന്ന് വിതയ്ക്കുക. നിന്റെ പേര് പറഞ്ഞില്ല, ഞാൻ എന്റെ പേര് പറഞ്ഞോളാം. ഞാൻ വിതയ്ക്കാൻ വേണ്ടി ഇറങ്ങി വിതച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയപ്പോ വിതച്ച വിത്ത് ആ ചേറിയിൽ ഇറങ്ങി എന്റെ പുറകെ വന്നോ? പിന്നെ എന്തോ ഇത്? ഞാൻ വിതച്ച വിത്ത് അവിടെ കടന്ന് കിളിച്ചു. വല്ല മനസ്സിലാകുന്നുണ്ടോ? ഈ രണ്ടാമത്തെ രാത്രി ഞാൻ വിതയ്ക്കുക. അവിശുദ്ധങ്ങളെ നമ്മൾ വിതയ്ക്കുക. ഞാൻ വിതച്ച വിത്ത് എന്റെ പുറകെ വരത്തില്ല. അത് ആരെയാണ് കിളിക്കാൻ പോവുകയാ? അത് തിരുവനന്തപുരത്ത് കിളിക്കാൻ പോവുകയാ? അത് കണ്ണക്കരയിൽ കിളിക്കാൻ പോവുകയാ? ഇത് എന്റെ പുറകെ വരുന്നതല്ല. ദൈവത്തിന്റെ വചനം വെറുതെ പോയിട്ട് വെറുതെ വരത്തില്ല. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് പോകുന്ന ഇവിടെ വിതച്ചതാ. ആ വിതച്ചതിന്റെ വിത്ത് അതാ റിസൾട്ട്. ഇത്രയും പേര് ഈ മനോഹരമായ ഹോള് ഈ മനുഷ്യൻ ഒരിക്കൽ വിതച്ചതാ. ഇത്രയും കുടുംബങ്ങൾ ഈ മനുഷ്യൻ അവിടെ നിന്ന് വന്നിവിടെ വിതച്ചതിന്റെ ഗുണം റിസൾട്ട്. പൈസ ഉണ്ടായിട്ടൊന്നുമല്ല വീട്ടിൽ നടക്കുന്നത്. എന്നാലും പാസ്മാരെ ഇറക്കി വിത്ത് വിതറുക. പാസ്മാർ ഇറക്കിങ്ങനെ വിത്ത് വിതറിക്കൊണ്ടിരിക്കുക. വിശ്വസിച്ച് ഇതിന്റെ റിസൾട്ട് ദൈവം കാണിക്കാതിരിക്കത്തില്ല. ഇതിന്റെ റിസൾട്ട് ദൈവം കാണിക്കാതിരിക്കത്തില്ല. വിശുദ്ധരെ, ഈ ആഴ്ച പട്ടണത്തിൽ തന്നെ ഇതിന്റെ റിസൾട്ട്. ഇത് ഞാൻ പറയുമ്പോ ചിലര് ആയിനാടി വിതച്ചവരുണ്ട്, വേറെ ചിലര് പാറശാലയിൽ വിതച്ചവരുണ്ട്, വേറെ ചിലര് ചാപമണം വിതച്ചവരുണ്ട്, വേറെ ചിലര് കാട്ടാക്കളയിൽ വിതയ്ക്കുന്നവരുണ്ട്. സ്വർഗം കൈമാറുക. വിതച്ചതൊന്നും അവിടെ പോയിട്ടില്ല. അത് കിളിക്കാൻ പോവുകയാ. നീ ഏത് പട്ടണത്തിനകത്താണോ വചനം വിതറിയത്, അതേ പട്ടണത്തിൽ അത് കിളിക്കാം. ഞാനൊരു വിഷയം പറയുന്നത് പ്രാർത്ഥിക്കാവോ? പറയട്ടെ, ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്ന വിഷയം പറഞ്ഞാൽ പ്രാർത്ഥിക്കാവോ? ഈ ക്ലോക്ക് പതുക്കെ ഓടാമെന്ന് പ്രാർത്ഥിക്കണം. ഭയങ്കര സ്പീഡാണ്. ഇപ്പൊ തന്നെ 8:30. ഹലോ, എന്നെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇല്ലേ? ഇല്ലേ പറയണം. ഞാൻ അടുത്ത പ്രാവശ്യം വരും. വിതച്ചു. ആ വിഷയത്തിലേക്ക് വന്നിട്ട് 1-2 സെന്റൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. സത്യം, ഇത്ര വലിയ അത്ഭുതം കണ്ടിട്ടാ ശിഷ്യന്മാർ നിൽക്കുന്നത്. എന്നിട്ട് ശിഷ്യന്മാരെ കഥ പറഞ്ഞു കൊടുക്കും. എന്തുകൊണ്ട്? ഇവന്മാരും പോകത്തില്ല. കാരണം ഇവന്റെ അരികിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് വേറെ എവിടെ പോയാലും കിട്ടത്തില്ല. അതുകൊണ്ട് കർത്താവിനറിയാം ഇവന്മാര് പോകത്തില്ല. അതുകൊണ്ട് നിർബന്ധിച്ച് പറഞ്ഞു വിടുക. നിർബന്ധിച്ച് കർത്താവ് പറഞ്ഞു വിട്ടിട്ട്, ശ്രദ്ധിച്ചോണേ, ശിഷ്യന്മാരെയും ഈ പുരുഷാരത്തെ നിർബന്ധിച്ച് കർത്താവ് പറഞ്ഞു വിട്ടിട്ട്, കർത്താവ് എന്താ അപ്പുറത്ത് പോയി ഡാൻസ് കളിയായിരുന്നോ? അല്ല, അപ്പുറത്ത് ഒറ്റയ്ക്ക്
ശിഷ്യന്മാരെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടിട്ട് യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ മലയുടെ മുകളിൽ കയറി പോവുക. പ്രാർത്ഥിക്കാൻ മലയുടെ മുകളിൽ കയറി പോവുക. യേശുവിനെ അറിയാം. ഞാൻ പറയട്ടെ, യേശു ചില സ്ഥലങ്ങളിൽ 12 പേരെ കൊണ്ടുപോയിട്ടുണ്ട്. ഉണ്ടോ ഇല്ലേ? വേറെ ചില സ്ഥലങ്ങളിൽ യേശു കർത്താവ് 3 പേരെ കൊണ്ടുപോയിട്ടുണ്ട്. ഉണ്ടോ ഇല്ലേ? എന്നാൽ ചിലടത്ത് പോകുമ്പോൾ കർത്താവിന് അനുഭവം ഉള്ളതാ ആരെയും കൊണ്ടുപോകത്തില്ല. കാരണം ഗക്ഷമനയ്ക്കകത്ത് ഒരു വല്ലാത്തൊരു പണി ഉണ്ടായി. കർത്താവ് കൊണ്ടിരുത്തിയ ആൾക്കാരുടെ കർത്താവ് പറഞ്ഞു, എടാ ഉണർന്നിരുന്ന അല്പസമയം എന്നോടൊന്ന് പ്രാർത്ഥിക്കാമോ? ഇവന്മാരെന്തോ ചെയ്തു? പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങിക്കളഞ്ഞു. ഒരുത്തനെയും വിശ്വസിക്കാൻ പറ്റില്ല. ചുമ്മാതാ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഇരുന്ന് ഉറങ്ങി. അതുകൊണ്ട് മീറ്റിങ്ങിനിടയ്ക്ക് അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതാ. സ്വത്രം ഉറങ്ങി. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാറുള്ളൂ. അതുകൊണ്ട് ഇപ്പോ യേശു കർത്താവ് എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് യേശു കർത്താവ് തനിയെ മലയുടെ മുകളിൽ കയറിപ്പോയി. എന്തിനും പ്രാർത്ഥിക്കാൻ. കർത്താവിനറിയാം, ഇപ്പോൾ ഇവന്മാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്റെ പ്രാർത്ഥന അവിടെ നടക്കാൻ ചാൻസ് കുറവാണ്. ഇപ്പൊ ഞാൻ ഇവന്മാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്റെ പ്രയർ അവിടെ നടക്കാൻ ചാൻസ് കുറവാണ്. ഇപ്പൊ ഞാൻ ഇവന്മാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്റെ പിതാവുമായിട്ടുള്ള ബന്ധം കണക്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഞാനായിട്ട് മാറ്റിവിടേണ്ടതിനെ ഞാനായിട്ട് തന്നെ മാറ്റിവിടണം. വല്ല മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം നിൽക്കുന്നത് എന്താണോ അത് നിന്നെ കൊണ്ട് മാറ്റാൻ കഴിയുന്നതാണെങ്കിൽ നീയായിട്ട് മാറ്റിവിടുക. നിന്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം നിൽക്കുന്നത് നിന്റെ ഫോണാണെങ്കിൽ, നിന്റെ കൂട്ടുകാരാണെങ്കിൽ, നിന്റെ മെസ്സേജ് ആണെങ്കിൽ, നിന്റെ ചില ബന്ധങ്ങളാണെങ്കിൽ, നിന്റെ ചില കോമഡികളാണെങ്കിൽ, അത് നീ മാറ്റേണ്ട കാര്യം നീ മാറ്റുക. കൊണ്ടുപോയ ഇപ്പോൾ എന്റെ പിതാവിനുള്ള സംസാരം നടക്കത്തില്ല. അതുകൊണ്ട് കർത്താവിമാരെ അങ്ങ് മാറ്റി. പിതാവുള്ള ബന്ധത്തിന് തടസ്സം വരുന്നത് എന്താണോ ചിലത് നമ്മൾ മാറ്റണം. അത് ചിലപ്പോൾ ചില കൂട്ടുകാരായിരിക്കാം. നിനക്ക് ആത്മാവിൽ വളരാൻ പറ്റാത്തത് ചില കൂട്ടുകെട്ടുകളായിരിക്കാം. നിനക്ക് ആത്മാവിൽ വളരാൻ പറ്റാത്തതിന്റെ കാരണം ചില ബന്ധങ്ങളായിരിക്കാം. നിനക്ക് ആത്മാവിൽ വളരാൻ പറ്റാത്തതിന്റെ കാരണം ചിലപ്പോൾ നിന്റെ സംസാരമായിരിക്കാം. നിനക്ക് ആത്മാവിൽ വളരാൻ പറ്റാത്തതിന്റെ ഒരു കാര്യം നിന്റെ സ്വഭാവമായിരിക്കാം. നിനക്ക് ആത്മാവിൽ വളരാൻ പറ്റാത്തത് എന്താണോ എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ന് രാത്രി മാറ്റേണ്ടതിനെ നീയാക്കി മാറ്റിയാൽ, നീയുമായിട്ടൊരു ബന്ധം കണക്ട് ചെയ്യാൻ പിതാവിന്റെ രാത്രി നിന്റെ അരികിലേക്ക് ഇറങ്ങി വരാൻ പോകുകയാണ്. നീ മാറ്റേണ്ട ചെറുത് നീ മാറ്റിവിട്ടാൽ ആവശ്യമില്ലാത്ത ബന്ധങ്ങളായിക്കോട്ടെ, ആവശ്യമില്ലാത്ത സംസാരമായിക്കോട്ടെ, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളായിക്കോട്ടെ, നീ മാറ്റേണ്ടത് നീ മാറ്റുക. ഈ മീറ്റിങ്ങുകൾക്കകത്ത് ദൈവശക്തി വ്യാപരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അഭിഷിക്തന്മാർ മാറി മാറി പ്രസംഗിക്കുമ്പോൾ നമ്മുടെ വീടുകൾക്കകത്ത് ദൈവശക്തി വ്യാപരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അഭിഷിക്തന്മാർ മാറി മാറി ഇറങ്ങി ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിനകത്ത് വിടുതൽ വെളിപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? സ്വർഗം കൈമാറുക. ഞാനുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം നിൽക്കുന്നതിനെ നീ മാറ്റാവോ? നിനക്ക് മാറ്റാവോ? ആവശ്യമില്ലാത്ത ചില സംസാരങ്ങൾ, ആവശ്യമില്ലാത്ത ചില കൂട്ടുകെട്ടുകൾ, ആവശ്യമില്ലാത്ത ചില പ്രോഗ്രാമുകൾ ഈ സ്വർഗം ഇടപെടുക. നീ ആഗ്രഹിച്ചതിന് അപ്പുറമാണ് ഞാൻ നിന്നിൽ ഇറങ്ങാം. പക്ഷെ എനിക്ക് ഇറങ്ങാൻ തടസ്സമായി നിൽക്കുന്ന ചില ബന്ധനങ്ങളെ നീ പൊളിച്ചു കളയണോ? നീ പൊളിച്ചു കളയണോ? നീ പൊളിക്കുക. ഈ ചെയറിലിരിക്കുക. ഈ ചെയറിൽ പാസ്റ്റർ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഈ മനുഷ്യൻ എപ്പോഴാണോ ആ ചെയറിൽ എഴുന്നേക്കുന്നത് അപ്പോൾ എനിക്ക് ആ ചെയറിൽ ഇരിക്കാം. അപ്പൊ ഞാൻ ഇരിക്കാൻ തന്നെ കാരണം എന്താ? ഈ ചെയറിൽ ആ ദൈവമനുഷ്യൻ ഇരിക്കുന്ന ചെയറിൽ ഞാൻ ഇരിക്കാൻ തന്നെ കാരണം എന്താ? ആ ചെയറിൽ ഇപ്പൊ ഒരാൾ ഇരിപ്പുണ്ട്. അന്യഭാഷ പറയുന്ന നാവ് കൊണ്ട് വേണ്ടാത്ത വാക്ക് പറയാൻ നിൽക്കരുത് മാതാവേ. ആമേൻ. ചർച്ചിനകത്ത് കയറി ആത്മീകത നടിച്ചിട്ട് പുറത്തു പോയി അനാത്മീകനായി നടക്കരുത്.
ഇത് ദൈവത്തിന് ചലിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും ദൈവം ആഗ്രഹിച്ചു പിന്നിലൊന്ന് വെളിപ്പെടാൻ, പക്ഷെ നിന്റെ പ്രവൃത്തി കൊണ്ട് കർത്താവിന് ചലിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും നിന്റെ നാവിലൂടെ വെളിപ്പെടാൻ ദൈവം ആഗ്രഹിച്ചു, പക്ഷെ നിന്റെ നാവിൽ നിന്ന് വന്ന ചില വാക്കുകൾ നിമിത്തം കർത്താവിന് നാവിനകത്ത് ചലിക്കാൻ പറ്റിയില്ല. നിന്റെ കൈകളിലൂടെ പലപ്പോഴും ഒന്ന് ചലിക്കാൻ ദൈവം ആഗ്രഹിച്ചു, കൈകളിലൂടെ വന്ന പാപത്തിന്റെ പ്രവൃത്തികൾ ദൈവാത്മാവിന് സദസ്സിന് കൊടുത്തില്ല. എന്റെ ദൈവപ്രവൃത്തിക്ക് എന്താ തടസ്സം? ഞാൻ എപ്പോഴും എന്റെ പ്രസംഗങ്ങൾക്കകത്ത് ഞാൻ പറയാറുണ്ട്, എന്റെ ഏറ്റവും വലിയ ശത്രു ഞാനാണ്. എന്റെ ഏറ്റവും വലിയ ശത്രു ഞാൻ അനുവദിച്ചു കൊടുക്കാത്ത കാലത്തോളം ഒരു സ്പിരിറ്റിനും എന്റെ മേൽ ചലിക്കാൻ പറ്റത്തില്ല. ഏതൊക്കെ മേഖലയിൽ ഞാനായിട്ട് അനുവദിച്ചു കൊടുത്ത എന്റെ ചിന്തയിൽ, സംസാരത്തിൽ, ഇടപെടലിൽ ഞാൻ എവിടെയോ അവനൊരു സീറ്റിട്ട് കൊടുത്തിക്കുക. എന്റെ ചിന്തയിലും ഇടപെടലുകളിലും എന്റെ മുഴുവൻ കാര്യങ്ങൾക്കും ഞാൻ പിശാചിന് ഒരവസരം പോലും കൊടുക്കാത്തയാളാണെങ്കിൽ അവൻ വന്ന് നിന്ന് കറങ്ങും, പക്ഷെ തൊടത്തില്ല. ഉറപ്പുണ്ടോ? പറഞ്ഞുതരാം. പഴയ നിയമത്തിൽ ഒരിക്കൽ നീ എന്റെ ദാസനായ ആരെ കണ്ടോ? ഇയ്യോബിനെ കണ്ടോ? ഇയ്യോബല്ലേ? ഇയ്യോബിനെ കണ്ടോ? അപ്പൊ പിശാച് പറയുക, നീ അവനും വസ്തുവാൾക്ക് ചുറ്റും എന്ത് ചെയ്തിരിക്കുക? അപ്പൊ പിശാച് നോക്കി, പക്ഷെ കേറാൻ പഴുതില്ല. മനസ്സിലായോ? പിശാച് നോക്കി, ദാനിയേൽ നോക്കുന്നുണ്ട്, പക്ഷെ പിശാചിന് കേറാൻ പഴുതി കിട്ടുന്നില്ല. എത്ര നാൾ കൊണ്ട് ആരുടെ ചർച്ചയിലൊന്ന് കേറാൻ നോക്കുന്നെന്ന് അറിയാം, പക്ഷെ പഴുതില്ല. എത്രയോ ദിവസങ്ങൾ കൊണ്ട് ഞാൻ ഈ വീട്ടിനത് കേറാൻ നോക്കുന്നെന്നറിയോ, പക്ഷെ പഴുതില്ല. ഇന്ന് രാത്രി അവൻ കേറാൻ ചാൻസ് ഉള്ള മുഴുവൻ പഴുതുകളെ അടയ്ക്കാൻ കപ്പാസിറ്റിയുള്ള തലമുറകൾ ഈ രാത്രി എഴുന്നേറ്റ് വരട്ടെ. നിന്റെ വീട്ടിൽ അവൻ കേറാൻ ചാൻസ് ഉള്ള, സഭയിൽ അവന് കേറാൻ ചാൻസ് ഉള്ള പഴുതുകളെ കണ്ടുപിടിച്ച് അടയ്ക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു തലമുറ എഴുന്നേറ്റാൽ എന്നൊരു ആത്മാവ് കൈമാറുക. ഈ പട്ടണം അത് ദൈവത്തിന്റെ സിംഹാസനമായി മാറാൻ പോവുകയാണ്. ഈ ദേശം ഇത് ദൈവത്തിന്റെ ഇരിപ്പിടമാക്കി മാറ്റാൻ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമൊന്നും, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ആണോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നടക്കുമ്പോ എന്റെ അകത്തിരിക്കുന്ന ദൈവം, അതോ ഞാൻ നിൽക്കുമ്പോ എന്റെ അകത്തിരിക്കുന്ന ദൈവം, ദൈവം കർത്താവ് ശിഷ്യന്മാരെ മാറ്റി എന്നിട്ട് കർത്താവ് ഒരൊറ്റ പോക്ക മലമുകളിൽ ഇരിക്കുന്നു, പ്രാർത്ഥിക്കാം പിതാവിനോട്. പ്രാർത്ഥിച്ചിട്ട് യേശു കർത്താവ് മലമുകളിൽ ഇറങ്ങുന്നു. അത് ഞാൻ പിന്നീട് പറയാം. ശിഷ്യന്മാരെ പറഞ്ഞിട്ട് ശിഷ്യന്മാർ കരയിൽ നിന്ന് ഒരുപാട് ദൂരെ അകലെ കടലിന്റെ നടുക്ക് കിടക്കുക. രാത്രിയായപ്പോ കാറ്റടിച്ച് കടലിലെ കടൽ വെള്ളം അല്ലെങ്കിൽ തിരമാല പൊങ്ങി വഞ്ചി മറിയാറായി. നിൽക്ക് ആകപ്പാടെ പേടിച്ച് വലഞ്ഞിരിക്കുക. ബൈബിൾ എഴുതിയ വാക്കെന്നറിയോ? പേടിച്ച് കാറ്റവരെ വലപ്പിച്ചു എന്നാ ബൈബിൾ എഴുതിയിരിക്കുന്നത്. കാറ്റ് വലപ്പിച്ച് ഇവനെ വല്ലാത്തൊരു രീതിയിൽ കുഴഞ്ഞു മറിഞ്ഞിരുന്ന് പേടിച്ചിരിക്കുമ്പോ അങ്ങ് അകലെ നിന്ന് ഒരു മനുഷ്യൻ കടലിന്റെ മീതെ നടന്നു വരിക. ഞാൻ ഒന്നുകൂടെ പറയാം. കാറ്റ് കാരണം തിരമാല കൊണ്ട് പൊങ്ങി ആകപ്പാടെ കാറ്റിന്റെ മുമ്പിൽ വലഞ്ഞിരിക്കുക. കാറ്റ് ഇവരെ വലപ്പിച്ചിരിക്കുമ്പോ മലമുകളിൽ നിന്ന് പിതാവിനോട് സംസാരിച്ച പുത്രൻ ഇവന്മാരെ വലപ്പിച്ച തിരമാലയെ ചവിട്ടിക്കൊണ്ട് വരിക. വല്ല മനസ്സിലാകുന്നുണ്ടോ? കാറ്റിവരെ വലപ്പിച്ചു. തിരമാലകൾ കാരണം ഇവർ പേടിച്ച് പരിഭ്രാന്തരായിരിക്കുമ്പോ ഇവരെ ആരാണോ പേടിപ്പിച്ചത്, ആ പേടിപ്പിച്ച തിരമാലയുടെ മുകളിലൂടെ പിതാവിനോട് സംസാരം കഴിഞ്ഞ് പുത്രൻ ഇറങ്ങി വരിക. എവിടെ പുത്രൻ ഇറങ്ങി വരുന്നേ? ശിഷ്യന്മാരെ മുഴുവനും തകർത്ത് കളയാൻ എഴുന്നേറ്റ് നിൽക്കുന്ന തിരമാലയുടെ മുകളിലൂടെ ചവിട്ടി മെതിച്ച് ദൈവത്തിന്റെ പുത്രൻ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോടുള്ള ദൂത. ദേശത്തിന് വേണ്ടി, വീട്ടിന് വേണ്ടിയല്ല,
ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് അടുത്ത ദൂത്. ശിഷ്യന്മാരെ മൊത്തം വലപ്പിച്ച് കടലിൽ തകർത്തിടാൻ വേണ്ടി തിരമാല പൊങ്ങുന്നു. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യവന്മാരെ കൊന്നുകളെ നോക്കിയ തിരമാലയെ ചവിട്ടി ഒരുവൻ വരുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് അടുത്ത ദൂത് കൈമാറാം. പട്ടണത്തിൽ പലരും അസ്വസ്ഥതയുടെ അങ്ങേ അറ്റം നിൽക്കുക, സമാധാനക്കേടിൻ്റെ അങ്ങേ അറ്റം നിൽക്കുക. പലരെയും സമാധാനക്കേടിലേക്ക് കൊണ്ടുപോയ, പലരുടെ കുടുംബത്തിനെ കണ്ണീരിലാഴ്ത്തിയ ആ പൈശാചിക മേഖലയെ കാൽക്കീഴിലാക്കാൻ പ്രാർത്ഥിക്കുന്ന ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുക. ഇതൊരു ദൂത. മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന യേശു അവൻ ശിഷ്യന്മാരെ കൊല്ലാൻ നോക്കിയ തിരമാലയുടെ മുകളിലൂടെ നടന്നെങ്കിൽ ഈ പട്ടണത്തിനകത്ത് പലരെ തീർത്ത് കളയാൻ നോക്കുന്ന പൈശാചിക മേഖലയുടെ മുകളിൽ കയറി നിൽക്കാം. ദേശത്തിന് വേണ്ടി കരയുന്ന ചിലരില് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. ഈ രണ്ടാമത് രാത്രി ആത്മാവ് പ്രവചിക്കുകയാ. വിശ്വസിക്ക്, ഒരു വ്യത്യസ്ത തലം പ്രാർത്ഥിക്കുന്നവന്റെ മുകളിൽ സ്വർഗ്ഗം തുറക്കുന്നു. എഴുന്നേൽക്കാവോ? Come on. അതിന്റെ മീതെ കൂടെ നടക്കുക. നേരെ വന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാം. ദേശത്തിന് വേണ്ടി കരയുന്ന, പട്ടണത്തിന് വേണ്ടി കരയുന്നവരുണ്ടോ? ദേശത്തിന്റെ വിടുതലിന് വേണ്ടി കരയുന്നവരുണ്ടോ? നിങ്ങൾ നിൽക്കുന്ന പട്ടണം ഏതോ ആയിക്കോട്ടെ, കരയുന്നവരുണ്ടോ? ഇന്ന് രാത്രി നിന്റെ തലമേൽ ഒരു അധികാരം വീഴാൻ പോവുകയാ. ഇന്ന് രാത്രി ചിലരുടെ തലയ്ക്ക് മീതെ ഇന്ന് രാത്രി ഒരു അധികാരം വീഴാൻ പോവുകയാ. യേശുവിൻ നാമത്തിൽ നിങ്ങൾ പട്ടണത്തിനകത്ത് നടക്കുമ്പോൾ പൈശാചിക മേഖലകൾ നിലവിളിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക. അടുത്ത ദിവസം നിങ്ങൾ റൂമുകൾക്കകത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ അടുത്ത വീട്ടിൽ വ്യാപരിക്കുന്ന പൈശാചിക മേഖലകൾ നിലവിളിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക. ഇന്ന് രാത്രി അവൻ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. ജഡത്തെയും രക്തത്തെയും എഴുന്നേൽപ്പിച്ച് വിടുന്ന വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ് നമ്മുടെ പോരാട്ടമെങ്കിൽ ഇന്ന് രാത്രി ആ പിശാചിനെ അടിക്കാൻ എൻ്റെ ഈ കൈ പോരാ. ഇന്ന് രാത്രി ആ പിശാചിനെ കാണാൻ എൻ്റെ ഈ കണ്ണ് പോരാ. എഴുന്നേറ്റ് വരുന്ന ആത്മമണ്ഡലത്തിൽ ചലിക്കുന്ന പൈശാചിക മേഖലകളെ കാണണമെങ്കിൽ പൗലോസിന്റെ വാക്കി ഞാൻ പറയാം, നിന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ഈ രണ്ടാമത്തെ രാത്രി സ്വർഗ്ഗവനോട് ഇടപെടുക. ചിലതിന്റെ ഹൃദയത്തിന്റെ കണ്ണിനെ വലിച്ചു തുറക്കാൻ പോവുകയാണ്. പല മേഖലയിലും വ്യാപരിക്കുന്ന പൈശാചിക മേഖലകളെ കാണാതെ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ ആത്മാവ് കൈമാറുക. ഈ രാത്രി വിശ്വസിക്ക്, ചിലരുടെ വഴിച്ച് കീറാൻ ഭാഗത്തിന്, ചിലരുടെ അകത്തിന്റെ കണ്ണുകള് ആത്മാവ് ഈ രാത്രി തുറന്നു വിടുകയാണ്. ഞങ്ങൾ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി അങ്ങനെ ഒരു കൈമാറ്റത്തിന്റെ നടുവിൽ നടക്കട്ടെ. അവൻ നീ ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് എന്താണോ തടസ്സം, അത് നീ മാറ്റേണ്ടതാണെങ്കിൽ അത് നീയായിട്ട് മാറ്റി വിട്ടാൽ അടുത്ത മിനിറ്റിൽ വിശ്വസിക്ക്, തിരമാലകൾ നിന്നെ മുക്കുമെന്നല്ല, മുക്കാനുള്ള തിരമാലയുടെ മുകളിൽ വിധിച്ചാൻ പോകല. യേശുവിൻ നാമത്തിൽ ഈ ജനത്തിന്റെ മീതെ അങ്ങനെ ഒരു അതോറിറ്റി രാത്രി കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ അത് റിലീസ്. എല്ലാ കാര്യങ്ങളും അടിച്ച് രാത്രി ആത്മാവിൽ കർത്താവിനെ ആരാധിച്ച് ശ്രദ്ധിക്കോ. പിതാവെ ഏൽപ്പിച്ചു തരുന്നു. ഇന്ന് രാത്രി കർത്താവ് ഇത്രത്തോളം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ദാസനെ ശക്തമായ ദൈവാലോചന പറയാനിടയാക്കിയല്ലോ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ തന്നെ
ആമേൻ. ജയന്ത ഓർത്ത് മൂന്ന് ഹല്ലേലൂയ ഉറക്കെ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ സന്തോഷത്തോടെ മടങ്ങിപ്പോകാം. അതിശക്തമായ ദൈവാലോചന കർത്തൃദാസന്റെ നാവിലൂടെ നമ്മളെ കേൾപ്പിച്ചല്ലോ. ആമേൻ. നാളെ പകലിലും നാളെ രാത്രിയിലും നമുക്ക് ആരാധനയുണ്ട്. നാളെ ശക്തനായൊരു ദൈവദാസൻ പ്രൊഫസർ റെജി മാത്യു അവറുകൾ ആമേൻ നാളെ ശുശ്രൂഷകൾക്ക് വേണ്ടി കടന്നു വരും. ആമേൻ. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹീതനായ ശക്തനായ ഒരു ദൈവദാസനാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും വെറുതെ ഭവനങ്ങളിൽ ഇരിക്കരുത്. മറ്റുള്ളവരെയും കൂടെ പറയുക, നിങ്ങളെല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ടുവരിക. ആമേൻ. സ്തോത്രം. ശുശ്രൂഷകൾ വെറുതെ ആകരുത്. നമ്മുടെ ദൈവസഭയിൽ നടക്കപ്പെടുന്ന ഓരോ ശുശ്രൂഷകളും വ്യത്യസ്തമായ ശുശ്രൂഷകളായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കടന്നു വരാൻ ശ്രമിക്കുക. സന്തോഷത്തോടെ മടങ്ങിപ്പോകാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.